നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 308 308. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 29-ാം അധ്യായം ശ്ലോകം 42. സ്രവന്തി സരിതോ ഭീതാ ന ഉത്സർപ്പത്യുദീര്യതാ അഗ്നിരിന്ധേ സഗിരിഭിർഭൂർണ മജ്ജദീയദ്ഭയാത്. സ്രവന്തി സരിതോ ഭീതാ ന ഉത്സർപ്പത്യുദീര്യതാ അഗ്നിരിന്ധേ സഗിരിഭിർഭൂർണ മജ്ജദീയദ്ഭയാത്. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ നദികൾ ഭയമുള്ളവയായിട്ടൊഴുകുന്നു. ആരേനെ? പടച്ച തമ്പുരാനെ. നമ്മളെ പടച്ച തമ്പുരാനുണ്ടല്ലോ, സാക്ഷാൽ ശ്രീഹരി. നമ്മൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പിൻഗാമികളാണ്. അപ്പോൾ ഭയമുള്ളവയായിട്ട് ഒഴുകുന്നു. സമുദ്രം കരകവിയുന്നില്ല. കാരണം എന്താ? ജഗദീശ്വരനോടുള്ള ഭയം. യാതൊന്നിനെ ഭയപ്പെട്ടിട്ട് അഗ്നി തീ ഉജ്ജ്വലിക്കുന്നു. തീ കത്തണത് ഈശ്വരനെ ഭയന്നിട്ടാണ്. ഭൂമി പർവ്വതങ്ങളോടുകൂടെ താഴുന്നില്ല. എത്രയോ വലിയ വലിയ പർവ്വതങ്ങളുണ്ട് ഭൂമിയിൽ, അല്ലേ? ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ ആ ജഗദീശ്വരനോട് താല്പര്യമില്ലാതെ വരുമോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥ പറയുന്നത്, കാലഭയം നിമിത്തം നദികൾ പ്രവഹിക്കുന്നു. സമുദ്രം സ്വമര്യാദയെ അതിക്രമിക്കാതെ നിലയ്ക്ക് നിൽക്കുന്നു. അഗ്നി പ്രകാശിക്കുന്നു. പർവ്വതാദിസഹിതമായ ഭൂമി താഴാതെ നിലയ്ക്ക് നിൽക്കുന്നു. ഒരു പൊങ്ങുതടീനെ പോലെ. എവിടെ? സമുദ്രത്തിൽ. സമുദ്ര സിംഹാസനോപരി എന്നാ ദേവി ഭാഗവതത്തിൽ ഭഗവതീനെ പറഞ്ഞത്. ഈ ഭൂമി ദേവി സമുദ്രസിംഹാസനം, സമുദ്രമാകുന്ന സിംഹാസനത്തിൻ്റെ ഉപരിയിലായിരിക്കണത് എന്നാണ് പറഞ്ഞത്. ആ കവിഭാഷേനെ നമസ്കരിക്കാൻ നിവൃത്തിയുള്ളൂ. ഇനി 43-ാമത്തെ ശ്ലോകം. നഭോ ദദാതി സ്വസദാം പദം യന്നിയമാദദാ ലോകം സ്വദേഹം തനുതേ മഹാൻ സപ്തഭിരാവൃതം. യാതൊന്നിൻ്റെ നിയമം നിമിത്തം ഈ ആകാശം ശ്വസിക്കുന്നവർക്ക്, അതായത് പ്രാണിവർഗങ്ങൾക്ക് സ്ഥലത്തെ കൊടുക്കുന്നു. മഹത്തത്വം തൻ്റെ രൂപത്തെ 7 പദാർത്ഥങ്ങളാൽ ആച്ഛാദനം ചെയ്യപ്പെട്ട ലോകമാക്കുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. കാലകൽപ്പനയെ അനുസരിച്ചിട്ട് ഈ ആകാശം പ്രാണിജാലങ്ങൾക്ക് അവകാശത്തെ നൽകുന്നു. മഹത്വത്വം പൃഥിവി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരം എന്നിവയാൽ ചുറ്റപ്പെട്ട ലോകമായിട്ട് സ്വശരീരത്തെ പരിണമിപ്പിക്കുന്നു. ഏത്? പഞ്ചഭൂതങ്ങളും പ്ലസ് അഹങ്കാരവും. ഇനി 44-ാമത്തെ ശ്ലോകം. ഗുണാഭിമാനിനോ ദേവാ സർഗാദിഷസ്യ യദ്ഭയാത് വർത്തന്തേ അനുയുഗം യേഷാം വശ ഏതശ്ചരാചരം. അപ്പോൾ പറയണു, ഗുണങ്ങളെ അഭിമാനിക്കുന്ന ദേവന്മാർ ഈ ലോകത്തിൻ്റെ സൃഷ്ടി മുതലായവയിൽ കൽപ്പം തോറും പ്രവർത്തിക്കുന്നു. ഈ ചരങ്ങളും അചരങ്ങളും അടങ്ങിയ ലോകം
യാതൊരുത്തരുടെ അധീനത്തിലിരിക്കുന്നു. ആരുടെ? ദേവന്മാരുടെ അധീനത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. സത്വാദി ഗുണാഭിമാനികളായ വിഷ്ണു മുതലായ ദേവന്മാർ ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ കൽപ്പം തോറും ഏർപ്പെടുന്നത് കാലഭയം നിമിത്തമാകുന്നു. ഇവിടെ വിഷ്ണു എന്നുള്ളത് പരിപാലനകർത്താവായിട്ടുള്ള വിഷ്ണു എന്നർത്ഥം പറയണം. മറ്റത് സാക്ഷാൽ ശ്രീ നാരായണൻ. എവിടെ? വിഷ്ണു ലോകം എന്ന് പറയണ്ടല്ലോ, അവിടെ സാക്ഷാൽ ശ്രീ നാരായണനാണ്. അപ്പോൾ ഈ വിഷ്ണു എന്നുള്ള വാക്ക് സൗകര്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ മാറ്റണ്ട. അപ്പോൾ പറഞ്ഞു ഏർപ്പെടുന്നത് കാലഭയം നിമിത്തമാകുന്നു. ഈ ലോകം ആ ദേവന്മാരുടെ അധീനത്തിലിരിക്കുന്നു, അവരും കാലത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി ഒരു പാരഗ്രാഫ് കൂടി ഉണ്ട് അതിൽ. കാലം വിഷ്ണുവാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, അവിടേക്കാണ് വരുന്നത്. അപ്പോൾ വിഷ്ണുവിന് ഭയമെന്നു വന്നാൽ കാലത്തിന് തന്നെ കാലത്തിൽ നിന്ന് ഭയം എന്നു വരുന്നത് അസംഗതമല്ലയോ എന്ന് ശങ്കിക്കേണ്ട. കാലസ്വരൂപനായ ഈശ്വരൻ ചെയ്ത നിശ്ചയത്തെ ഈശ്വരൻ തന്നെ അതിക്രമിച്ചാൽ പിന്നെ മറ്റുള്ളവർ അതിക്രമിക്കാതിരിക്കുമോ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടു ബി ഫോളോഡ്, അതിലാർക്കും കൺസെഷൻ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് താൻ ചെയ്ത നിശ്ചയത്തെ താൻ തന്നെ ഭയപ്പെട്ട് അതിനെ അനുസരിക്കുന്നത് അയുക്തമല്ല, യുക്തമാണ്. ലോകത്തിൽ കൽപ്പിപ്പാൻ അധികാരമുള്ള രാജാവിൻ്റെ കൽപ്പനാരൂപമായ നിശ്ചയത്തെ ആ രാജാവ് തന്നെ അനാദരിപ്പാൻ പാടുള്ളതല്ലെന്നുള്ളത് സാധാരണമാകയാൽ കാലസ്വരൂപനായ വിഷ്ണു സ്വനിശ്ചയത്തെ ആദരിക്കുന്നത് അയുക്തി ഇല്ല. ഇവിടെയാണ് പ്രസൻറ്റ് ജനറേഷൻ ഓഫ് റൂളേഴ്സ്, മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ്, അവർ ട്രാഫിക് നിയമങ്ങൾ പാലിക്കില്ല. അതാണ് അതായത് നമ്മുടെ പൂർവികരും ഇപ്പോഴത്തെ ജനറേഷൻ മന്ത്രിമാരും കൂടിയുള്ള വ്യത്യാസം. പുരാണങ്ങളിലുള്ള വിഷ്ണുവിനാൽ നിർദ്ദേശിക്കപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷനെ ബഹുമാനിക്കണു. നമ്മളോ? മിനിസ്റ്റേഴ്സ് നമ്മൾക്ക് റൂള് പണിയണു, അവരത് പാലിക്കണില്ല. ഇനി ഈ 29-ാമത്തേൽ അവസാനത്തെ ശ്ലോകം 45. സ അനന്തോ അന്ധകരകാലോ അനാദിരാധികൃതവ്യയ ജനം ജനേന ജനയൻ മാരയൻ മൃത്യുനാന്തകം. അപരിച്ഛിന്നനും അന്തത്തെ വരുത്തുന്നവനും ആദിയില്ലാത്തവനും ആദിയെ ജനിപ്പിക്കുന്നവനും വികാരരഹിതനുമായ കാലം, ആ കാലം ജനത്തെ ജനത്താൽ ജനിപ്പിക്കുന്നവനും നാശകരന്മാരായ ചോരാതി ജനത്തെ, കള്ളന്മാരെ മൃത്യുവിനാൽ മരിപ്പിക്കുന്നവനുമാകുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാവാർത്ഥം പറയാം. കാലമാഹാത്മ്യത്തെ വിവരിച്ച ശേഷം കാലം നിമിത്തമുണ്ടാകുന്ന കാര്യത്തെ വിവരിച്ചുകൊണ്ട് വിഷയത്തെ അവസാനിപ്പിക്കുന്നു. ആ കാലം മാതാപിതാക്കന്മാരാകുന്ന ജനങ്ങളെ കൊണ്ട് പുത്രാദികളാകുന്ന ജനങ്ങളെ ജനിപ്പിക്കുന്നവനാകയാൽ ആദിയെ ഉണ്ടാക്കി തീർക്കുന്നവനാകുന്നു. കള്ളന്മാർ, വ്യാഘ്രാദികൾ മുതലായ ലോകോപദ്രവകാരികളെ മൃത്യുസ്വരൂപനായിട്ട് നശിപ്പിക്കുന്നവനാകയാൽ അന്തത്തെ വരുത്തുന്നവനുമാകുന്നു. സ്വതേ ആദിയും അന്തവും അപക്ഷയാദികളായ വികാരങ്ങളും ഇല്ലാതിരിക്കുന്ന ഈശ്വരനുമാകുന്നു എന്ന് പറഞ്ഞു. വളരെ ഡിസ്ക്രീറ്റായിട്ട് പറഞ്ഞു. പക്ഷെ നമ്മൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ശ്രീമദ് ഭാഗവതേ
മഹാപുരാണേ തൃതീയസ്കന്ധേ മോക്ഷസർഗനിരൂപണപ്രകരണേ ഭക്തികാലപ്രഭാവനിരൂപണം നാമ ഏകോനത്രിംശോऽധ്യായः സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇപ്പോൾ തൃതീയ സ്കന്ധത്തിൽ 29-ാമത്തെ, ഇനി നമുക്ക് പെട്ടെന്ന് 24-ലേക്ക് 29 കഴിഞ്ഞത് 30-ലേക്ക് പോവാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 30-ാം അധ്യായം. ശ്ലോകം 1. തസ്സൈതസ്യ ജനോ നൂനം ന അയം വേദോരു വിക്രമം കാല്യമാനോ അഭി ബലിനാ വായോർ ഇവ ഘനാവലി. ഇതാണ് ശ്ലോകം. ബലവാനായ കാലത്താൽ, അതായത് കാലബലം കാലബലം ചലിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഈ ജനം മേഘസമൂഹം വായുവിൻ്റെ എന്ന പോലെ ഈ കാലത്തിൻ്റെ മഹാപരാക്രമത്തെ അറിയുന്നില്ല. നിശ്ചയം നമ്മൾ അറിയണില്ല. കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ അപഹാസ്യരാകും നമ്മൾ. അപ്പോൾ അതിൻ്റെ വാക്കർത്ഥാണ് ഇനി പറഞ്ഞത്. കാലസ്വരൂപത്തെയും പ്രഭാവത്തെയും പൂർവാധ്യായത്തിൽ വിവരിച്ച ശേഷം അടുത്ത 3 അധ്യായങ്ങളെ കൊണ്ട് കർമ്മങ്ങൾക്കുള്ള ബഹുവിധ ഗതിഭേദങ്ങളെ വിവരിക്കുന്നു. 3 അധ്യായങ്ങളോട് കൂടിയിട്ട് 33 അധ്യായങ്ങളോട് കൂടി ഇത് കഴിയും. 33 32 എനിക്ക് തന്നെ, അതായത് ഞാൻ പറയാം, 33-ാമത്തെ അധ്യായത്തോട് കൂടിയിട്ടാണ് കഴിയുക. 33 ആണ്. അപ്പോൾ 3 അധ്യായങ്ങളെ കൊണ്ട് ജീവികൾക്കുള്ള ബഹുവിധ ഗതിഭേദങ്ങളെ വിവരിക്കുന്നു. ബഹുവിധ എത്രയെന്ന് പറയുന്നില്ല, ബഹുവിധ ഗതിഭേദങ്ങളെ വിവരിക്കുന്നു. ബലവാനായ കാലസ്വരൂപത്താൽ പ്രാണിവർഗങ്ങളെ ബഹുവിധത്തിൽ ചലിപ്പിക്കുന്നുവെങ്കിലും ജനം കാലത്തിൻ്റെ മഹാപരാക്രമത്തെ അറിയുന്നില്ല. കാരണം എന്താ? മായയിൽ പെട്ട് ഉഴലാണ് നമ്മൾ. നിശ്ചയം അങ്ങുമിങ്ങും ചലിപ്പിക്കുന്ന വായുവിൻ്റെ ശക്തിയെ മേഘം അറിയാത്തതുപോലെ, മേഘത്തിന് കാറ്റിൻ്റെ ശക്തി അറിയില്ല. വിവേകശൂന്യമായ ജനസമൂഹം കാലകലനയെ അറിയാതെ വിഷയാസക്തിയോടുകൂടെ ജീവിതത്തെ വ്യർത്ഥമായി കഴിച്ചു കൂട്ടുന്നു. സപ്താഹങ്ങൾ 75-ാം സപ്താഹം, 76-ാം സപ്താഹം എന്നൊക്കെ പറയാനല്ലാണ്ട് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. പൊരുൾ മനസ്സിലാക്കിയാൽ ഒരൊറ്റ സപ്താഹം മതി. ശരിക്ക് അർത്ഥം അറിയാൻ ആരാ ശ്രമിക്കണത്? അവിടെയാണ് പ്രശ്നം. അർത്ഥം അറിഞ്ഞവർക്ക് പ്രശ്നമാണ് ഇനി. കാരണം എന്താ? അർത്ഥം അറിഞ്ഞവർ, എന്നെപ്പോലുള്ളവർ ഒതുങ്ങിക്കൂടുകയാണ്. കാരണം എന്താ? ദർ ഈസ് നോ വോയിസ്. ബഹുഭൂരിപക്ഷം തെറ്റ് അനുവർത്തിച്ച് വരുന്ന ആൾക്കാരാണ്. പിന്നെ ശാന്തം പാപം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ്. പരമശയിലെ 2-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. യമർത്ഥം ഉപാദത്തെ ദുഃഖേന സ്വഗഹേതവേ തം തം ദുനോതി ഭഗവാൻ പുമാൻ ശോചതി യത്കൃതേ. ശോചിക്കാം. ശ്രദ്ധിച്ചോളൂ വാക്കാർത്ഥം. പുരുഷൻ സുഖത്തിനായിക്കൊണ്ട് ദുഃഖത്തോടുകൂടെ ഏതേതു സാധനത്തെ സമ്പാദിക്കുന്നു. കാലസ്വരൂപൻ അതാതിനെ നശിപ്പിക്കുന്നു. യാതൊന്നിനു വേണ്ടി പുരുഷൻ ഖേദിക്കുന്നു. അതായത് ഭഗവാൻ നമ്മൾക്ക് നന്മ വരണം എന്ന് വിചാരിച്ച് ചെയ്യണു, നമ്മളത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കണം. നമ്മൾ ഉയരണില്ല. തടുക്കാൻ കഴിയാത്ത കാലപരാക്രമത്തെ അനുഭവരൂപേണ ബോധിപ്പിക്കണം. ഈ ലോകത്തിൽ സുഖസാധനങ്ങളെന്ന ഭാവത്തോടുകൂടെ യാതൊരു ധനധാന്യ പുത്രകളത്രാദി രൂപമായ അർത്ഥത്തെ, വളരെ ശ്രദ്ധിക്കണം, ധനധാന്യ പുത്രകളത്രാദി രൂപമായ അർത്ഥത്തെ സമ്പാദിപ്പാൻ വേണ്ടിയിട്ട്
പുരുഷൻ അതിക്ലേശത്തെ അനുഭവിക്കുന്നുവോ, അതായത് ജീവാത്മാവ്, കാലസ്വരൂപനായ ഭഗവാൻ അതാതർത്ഥത്തെ നശിപ്പിക്കുന്നു, അതായത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുരുഷൻ അതിനെ ഉദ്ദേശിച്ച് ഖേദിക്കുന്നു. ഭഗവാൻ ഓരോരുത്തരെയും ഭഗവാനിലേക്ക് അടുപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ തെറ്റിദ്ധാരണയെ നേരെയാക്കണത്. പക്ഷെ നമ്മൾ തെറ്റിദ്ധാരണ മതിയെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ. യദ്ധ്രുവസ്യ ദേഹസ്യ സാനുബന്ധസ്യ ദുർമതി ധ്രുവാണി മന്യതേ മോഹാത് ഗ്രഹക്ഷേത്രവസൂനി ചാം. വിവേകശൂന്യൻ ശാശ്വതമല്ലാത്തതും അനുബന്ധത്തോടു കൂടിയതുമായ ദേഹത്തിൻ്റെ സംബന്ധികളായ ഗൃഹക്ഷേത്രധനങ്ങളെ അവിവേകം നിമിത്തം ശാശ്വതങ്ങളെന്ന് വിചാരിക്കുന്നു. ശാശ്വതങ്ങളല്ല അവർ. അറിവില്ലാത്തവർ ശാശ്വതങ്ങളാണെന്ന് വിചാരിക്കുന്നത് ശാശ്വതങ്ങളല്ല. മഹാന്മാർ ശാശ്വതങ്ങളാണെന്ന് വിചാരിക്കുന്നത് അല്പജ്ഞന്മാർ ശാശ്വതങ്ങളല്ല എന്ന് വിചാരിച്ച് ഖണ്ഡിക്കും ചെയ്യണം. അതിൻ്റെ ഭാവാർത്ഥം അറിയുമ്പോൾ മനസ്സിലാവും. ജന്മാന്തരകൃത പാപകർമ്മഫലമായി ഒന്നുകൂടി പറയാം. ജന്മാന്തരകൃത പാപകർമ്മഫലമായി ഭവിച്ചിരിക്കുന്ന വിഷയവാസന നിമിത്തം നിത്യ അനിത്യവസ്തു വിവേകമില്ലാതിരിക്കുന്ന ബുദ്ധിയോടുകൂടിയ പുരുഷൻ അല്പകാലം കൊണ്ട് നശിക്കുന്ന സ്വഭാവത്തോടു കൂടിയതും ഭാര്യാപുത്ര ബന്ധുജനങ്ങളോടുകൂടിയതുമായ ശരീരത്തെ സംബന്ധിച്ചിരിക്കുന്ന വീട്, കൃഷിസ്ഥലം, ധനങ്ങൾ എന്നീ പദാർത്ഥങ്ങൾ മോഹം നിമിത്തം ശാശ്വതങ്ങളാണെന്ന് വിചാരിച്ചിരുന്നതിനാൽ അവയുടെ നാശത്തിൽ കഠിനമായി ക്ലേശിക്കുന്നു. എന്താ? നമസ്കരിക്കുക എന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാനില്ല. ഭാഗവതത്തിനെ നമസ്കരിക്കാം, ഭാഗവതത്തിനെ പ്രദക്ഷിണം ചെയ്യുക. എൻ്റെ അച്ഛൻ സരസ്വതി പീഠത്തിൽ വെച്ച ഭാഗവതത്തെ പുഷ്പം കൊണ്ട് ആരാധിച്ച് തൊട്ട് തലയിൽ വെച്ച് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ അച്ഛന് ബുദ്ധിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ടല്ലോ, അമ്പലത്തിലെ വാതിൽമാടത്തിലാണ് അദ്ദേഹം ഇരുന്നിട്ട് ഇത് ചെയ്യണത്. അപ്പോൾ എനിക്കൊരു 6-7 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ ഒരു കുറ്റക്കാരനാക്കുകയാണ്. ഇപ്പം ഞാൻ അത് ചെയ്യാണ്. അത് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഭാഗവതത്തിനെ പുഷ്പം ഇട്ട് അർച്ചിക്കുക, ഭാഗവതത്തിനെ തൊട്ട് തലയിൽ വയ്ക്കുക, ഭാഗവതത്തിനെ പ്രദക്ഷിണം ചെയ്യുക, ഭാഗവതത്തിനെ നമസ്കരിക്കുക. കാരണം എന്താ? ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവഹി, ഭഗവാന്റെ വാഗ്മയി രൂപമാണ് ഭാഗവതം എന്ന് ഞാൻ ഭാഗവതം പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് മനസ്സിലാക്കിയുള്ള അച്ഛനെയാണ് ഞാൻ തെറ്റുകാരനാക്കി തീർത്തത്. അപ്പോൾ എൻ്റെ അറിവില്ലായ്മയെ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്ന് പറഞ്ഞിട്ട് ഈ ഗ്രന്ഥം തൊട്ട് തലയിൽ വയ്ക്കണത്. കാരണം അറിയാണ്ട് ചെയ്താലും ഫലം ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അറിയാണ്ട് വിഷം കഴിച്ചാൽ നമ്മൾ മരിക്കില്ലേ? അപ്പോൾ എൻ്റെ അഭിമന്യ പിതാവിൻ്റെ ചേഷ്ടകൾ ശരിയല്ല എന്ന് കുഞ്ഞിയ മനസ്സിൽ എനിക്ക് തോന്നിയതിനുള്ള ഒരു തെറ്റിത്തിരുത്തലാണ് ഈശ്വരൻ എന്നെ കൊണ്ട് ഭാഗവതം വീണ്ടും വീണ്ടും പറയിപ്പിക്കണത്. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ പറയണു അടുത്ത ശ്ലോകം 4. ജന്തുർവൈഭവയേതസ്മിൻ യാം യാം യോനിമനുവ്രജേത് തസ്യാം സലഭതേ നിർവൃതിം ന വിരജ്യതേ.
ജീവൻ ഈ സംസാരത്തിൽ ഏതേത് യോനിയെ പ്രാപിക്കുമോ അതാതിൽ ആ ജീവൻ സുഖത്തെ പ്രാപിക്കുന്നു, വിരക്തിയെ പ്രാപിക്കുന്നില്ല. ഇത് അതിലേറെ വലിയൊരു ഒതൻറ്റിക് സെയിങ് ആണ്. ഒതൻറ്റിക്. സമ്പാദിച്ചത് നഷ്ടം വരാതെണ്ടിരിക്കാനും ഇഷ്ടപ്പെട്ടവരെ കൈമോശം വരാതെണ്ടിരിക്കാനുമുള്ള ആഗ്രഹത്തിൽ എത്ര യോനികളിൽ കൂടെ നമ്മൾ ജനിച്ചാലും തരക്കേടില്ല എന്നൊരു ധാരണയിലാണ് നമ്മളിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾക്ക് വൈരാഗ്യം വരുന്നില്ല, വിരക്തിയെ പ്രാപിക്കുന്നില്ല? കാരണം തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോകാം. ഇഷ്ടവസ്തുക്കളുടെ നാശം അനുഭവപ്പെടുമ്പോൾ പിന്നെ ആവക വസ്തുക്കളെ സമ്പാദിപ്പാനുള്ള ക്ലേശങ്ങളിൽ നിന്ന് പിന്തിരിയുമോ എന്ന് ശങ്കിക്കണ്ട. വീണ്ടും അതിനെ തന്നെ ഇഷ്ടപ്പെടുമെന്ന് കാണിക്കുന്നു. കാരണം എന്താ? വാസനാഫലം. ജീവൻ ഈ സംസാരത്തിൽ ദേവ മനുഷ്യ മൃഗപക്ഷികളായി ഏതേതു വർഗത്തിൽ ശരീരത്തെ ധരിച്ച് ജനിക്കുന്നുവോ അതാത് വർഗത്തിൽ തന്നെ സുഖമെന്നുള്ള മോഹം നിമിത്തം അതാത് ശരീരത്തിൻ്റെ പോഷണ രക്ഷണ വിഷയത്തിൽ അതിശ്രദ്ധയോടുകൂടിയിരിക്കുന്നതല്ലാതെ വിരക്തിയെ പ്രാപിക്കുന്നില്ല. ഇനഫ്, എനിക്ക് ഇനി ജനിക്കണ്ട എന്നുള്ളൊരവസ്ഥ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ശ്ലോകം 5. നരകസ്തു അഭിദേഹം വൈ നപുമാം ത്യക്തുമിച്ഛതി നാരക്യാം നിർവൃതോ സത്യാം ദേവമായാ വിമോഹിത. നരകത്തിലിരിക്കുന്നവനെങ്കിലും പുരുഷൻ നരകസംബന്ധിയെങ്കിലും സുഖം ഉള്ളതിനാൽ ദേഹത്തെ ഉപേക്ഷിപ്പാനായിട്ട് ദേവമായാവിമോഹിതനായിട്ട് ഇച്ഛിക്കുന്നില്ല എന്നാണ്. ഉപേക്ഷിപ്പാനായിട്ട് ഇച്ഛിക്കുന്നില്ല എന്നാണ് ശരീരം. അതാണ് എങ്ങനെയെങ്കിലും എൻ്റെ ശരീരത്തിനെ പിടിച്ച് നിർത്തണം, മക്കളെ അച്ഛന് മരിക്കണമെന്നില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യുന്നത്. ഓരോ രാജാക്കന്മാരുടെ സ്ഥിതിഗതികൾ ആലോചിച്ച് നോക്കും. പരീക്ഷിത്ത് മഹാരാജാവന്നെ ഏകസ്തംഭം നാട്ടി അതിൻ്റെ മുകളിൽ ഇരുന്ന് അടുത്തുള്ള കാടുകൾ ശിഖകളൊക്കെ ഛേദിച്ച് ഈ ഇഴജാതികൾ വരാതിരിക്കാൻ ശ്രദ്ധിച്ചു എന്നാണ്. പക്ഷേ ഭാഗവതം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വിരക്തി വന്നു. നമ്മൾ എത്ര ആൾ ഭാഗവതം വായിക്കണു, എത്ര ആൾ ഭാഗവതം പറയിപ്പിക്കണു, വൈരാഗ്യം എന്നുള്ളത് വരുന്നില്ലല്ലോ. കാരണം എന്താ? ഭാഗവതം അർത്ഥം പറഞ്ഞ് പഠിച്ചിട്ടില്ല അല്ലേ? എന്തുകൊണ്ടാണ് ഞാനൊരു ഒറ്റയാനിയായിട്ട് മാറിയത്? ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ അർത്ഥതലങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സംസ്കൃത ശ്ലോകങ്ങൾ വായിക്കാനോ അതിൻ്റെ പദാനുപദം അർത്ഥം ഗ്രഹിക്കാനോ ഞാൻ മെനക്കെട്ടില്ല. പിന്നെയോ ഞാൻ ആഖ്യാനം 3, 4, 5, 6, 7 പ്രാവശ്യം വായിച്ചു പഠിച്ചു. അപ്പോൾ എനിക്ക് വൈരാഗ്യം വേണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ചിലവർ വിഷു ആശംസിക്കാറുണ്ട്, ഓണം, തിരുവാതിര, ബർത്ത്ഡേ. അപ്പം ഞാൻ അവരോട് ഭംഗിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ ദിവസവും ഓണമാണെന്ന് വിചാരിക്കുക, എല്ലാ ദിവസവും ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കുക. ഒന്നിലും ആർഭാടം സ്വീകരിക്കാതെണ്ടിരിക്കുക. കാരണം ആർഭാടത്തിന് ചിലവാക്കുന്ന കാശ് മതി മറ്റ് പലവർക്കും ഉപജീവനം കഴിച്ചുകൂട്ടാൻ. അതുകൊണ്ട് ഞാൻ വസ്ത്രത്തിലോ അല്ലെങ്കിൽ അതേമാതിരി വാട്ടെവർ ഇറ്റ് ഈസ് ഞാൻ 10 പൈസ അധികം ചിലവാക്കാറില്ല. ഞാൻ പിശുക്കനല്ല. എൻ്റെ ചേച്ചി
പറയുന്ന പോലെ ഇത്തിരി ഒത്തിരി അല്ലെങ്കിലും ഇത്തിരി എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കൊടുക്കുക. എൻ്റെ ഒരു കാലത്ത് എനിക്ക് 10-ാം തീയതി 15-ാം തീയതി ആയാൽ ഞാൻ സ്ഥിരമായിട്ട് 10,000 റുപ്യ 15,000 കടം വാങ്ങിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ചിലവർ എന്നോട് വിളിച്ച് ചോദിക്കും, ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ടില്ലെങ്കിൽ. കാരണം ഞാൻ ഈ കുറിയിട്ട ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് കടം തരുന്നത് അവർക്ക് അഭിവൃദ്ധിയിലുണ്ടാക്കുന്ന പോലെ. എന്നാൽ ആദ്യകാലത്ത് ഞാൻ 3% ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു. അവർ ആരെങ്കിലും ഇൻട്രസ്റ്റ് വാങ്ങിയിട്ട് നന്നായിട്ടുണ്ടോ? ഇല്ല. പിന്നെ അവസാന കാലത്ത് ഒരാൾ, പേര് ഞാൻ പറയുന്നില്ല, എല്ലാ മാസവും എനിക്ക് കാശ് കടം തരും. തന്ന കാശ് മാത്രമേ അവൻ വാങ്ങുള്ളൂ, ഇൻട്രസ്റ്റ് വാങ്ങാറില്ല. അവൻ വലിയ ലാൻഡ് ലോഡായി. എനിക്ക് ഭാഗവതത്തിൻ്റെ കരിഷ്മ ഞാൻ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കണത്. പ്രൊണൗൺസിയയിലെ അപ്പോൾ എനിക്ക് ബാങ്കിൽ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല. കാരണം എന്താ, ഭഗവാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തി തരുന്നുണ്ട്. കുട്ടികളെ 2 പേർക്കും നല്ല ശമ്പളം, എന്ത് വേണമെങ്കിലും അവർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് തന്നെ ചെറിയ നല്ല ഒരു പെൻഷൻ വരിക, കാരണം ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാറില്ല. എക്സ്ട്രാ ഓർഡിനറി വല്ല ചെയ്യണം വെച്ചാൽ അവർ പറയും ഇന്നത് ചെയ്യണം, ഞാൻ കാശ് അയച്ചു തരുന്നുണ്ട് പറയും, ഓ ശരി ചെയ്തു കൊടുക്കും, അത്ര തന്നെ. അപ്പോൾ എന്താ ഇതൊക്കെ പറയാൻ കാരണം, ഇതിലുള്ള ഫാക്ച്വൽ ഫിഗേഴ്സ് എന്നെ വളരെയധികം ആകർഷിച്ചു പോയി. അതാണ് സത്യം. അപ്പോൾ പറഞ്ഞു, പിന്നെ ദേവാദിയോനികളിൽ സുഖാധിക്യം നിമിത്തം അതിലുള്ളവർക്ക് വിരക്തി ഉണ്ടാകാതിരുന്നാലും നരകാദികളിൽ വസിക്കുന്നവർക്ക് വിരക്തി ഉണ്ടാകാതിരിക്കുമോ എന്നുള്ള ശങ്കയെ പരിഹരിപ്പാനായിട്ട് പറയണു. കൃമികീടാദികളായ ഹീനയോനികളിൽ നരകത്തിൽ വസിക്കുന്ന പ്രാണിയും അതിൽ സുഖമുണ്ടെന്നുള്ള അഭിമാനം നിമിത്തം, അതിന് വേണമെങ്കിൽ ദുരഭിമാനം എന്ന് പറയാം, മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി എന്നാ പറയാം. മിസ്റ്റേക്കൺ, തെറ്റിദ്ധരിക്കപ്പെട്ട ഐഡൻറ്റിറ്റി, ആ ശരീരത്തെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഈശ്വരമായയാൽ സകല ജീവവർഗവും മോഹിക്കപ്പെട്ടിരിക്കുന്നതിന് ദൃഷ്ടാന്തം. 6ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ആത്മജായാസുതാകാര പശുദ്രവിണ ബന്ധുഷു നിരൂഢമൂലഹൃദയ ആത്മാനം ബഹുമന്യത്തെ. സ്വശരീരം, ഭാര്യ, പുത്രൻ, വീട്, വാഹനാദി, കുതിര, ആന, വാഹനങ്ങൾ, കാളവണ്ടി, കുതിരവണ്ടി, ആനവണ്ടി, KSRTC എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, അതിൽ മിന്നൽ വേഗത്തിൽ പോകുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ദ്രവിണം, ധനം, ആ സംസ്കൃത വാക്കിൻ്റെ ഗരിമ, ദ്രവിണം, ധനം, ദ്രവിക്കുന്ന അർത്ഥം അല്ലേ, അങ്ങനെയാണല്ലോ അല്ലേ. ഏതൊന്ന് നശിക്കുന്നു അത് ധനം, ഏതൊന്ന് നശിക്കണില്ല അത് വിദ്യ. അപ്പോൾ വിദ്യാധനം സർവധനാൽ പ്രധാനം എങ്ങനെയാണ് വന്നത്? ഇങ്ങനെയാണ് വന്നത്. ദ്രവിണം എന്ന് പറഞ്ഞാൽ ധനം, അപ്പോൾ അത് നശിക്കും. വിദ്യ നശിക്കണില്ല, അതുകൊണ്ട് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറഞ്ഞു. അപ്പോൾ ബന്ധുക്കൾ ഇവയിൽ വേറുറച്ച ഹൃദയത്തോടു കൂടിയവൻ തന്നെ കുറിച്ച് ബഹുമാനിക്കുന്നു. ധനം നശിക്കണതാണ് എന്നറിഞ്ഞിട്ടും എൻ്റേത് നശിക്കില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. ശാസ്ത്രാധികാരമുള്ള മനുഷ്യജന്മത്തെ പ്രാപിച്ചിരിക്കുന്നവരുടെ ശാസ്ത്രാധികാരം, പക്ഷെ എത്ര ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? അവസ്ഥയെ വിസ്തരിക്കുന്നു. സ്വദേഹം, ഭാര്യാപുത്രാദികൾ, ഭവനം, പശുവാദികൾ, ധനധാന്യാദികൾ, ബന്ധുക്കൾ എന്നീ പല വിഷയങ്ങളിലും ഉറച്ചിരിക്കുന്ന മനോരഥത്തോടുകൂടിയ മനുഷ്യൻ തൻ്റെ സുഖത്തിന് വേണ്ടുന്നതൊക്കെ സ്വാധീനത്തിലുണ്ടെന്നുള്ള ഭാവം നിമിത്തം ഇല്ല, ശരിക്കില്ല എന്നുള്ളതാണ് സത്യം.
തൻ്റെ ജന്മത്തെക്കുറിച്ച് സ്വയമേവ ബഹുമാനിക്കുന്നു. ഈശ്വരനെ ബഹുമാനിക്കാമെന്നല്ലാണ്ട് നശ്വരമായ ജീവിതത്തെ പറ്റിയിട്ട് ആരെങ്കിലും ഊറ്റം കൊള്ളുമോ? അതല്ലേ സംഭവിക്കണത്. ഭാഗ്യത്താൽ എനിക്കൊരു കുറവുമില്ല എന്ന് അഭിമാനിക്കുന്നു. അതന്നെ കുറവ്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.